നമ്മൾ ഫോൺ ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ഫോൺ ഹാങ് ആവുന്നു, ഓവറായിട്ട് ഹീറ്റാകുന്നു. ചില ആപ്ലിക്കേഷനൊക്കെ ഓപ്പൺ ചെയ്യുമ്പോൾ അതിങ്ങനെ ഹാങ് ആയിട്ട് നിൽക്കുന്നു, ഓപ്പണായി വരുന്നില്ല. പുതിയതായിട്ട് ഏതെങ്കിലും ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുന്നില്ല, ഫോൺ മെമ്മറി ഫുൾ എന്നുള്ള മെസ്സേജ് വരുന്നു. അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ, പൊതുവേ മെമ്മറി കുറഞ്ഞ പഴയ മോഡൽ ഫോണുകളിലാണ് ഈ പ്രശ്നം കൂടുതലായിട്ട് വരുന്നത്. അപ്പോൾ നിങ്ങളുടെ ഫോണിൽ ഈ പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് അത് പരിഹരിക്കാൻ പറ്റും. അതിനുവേണ്ടി നിങ്ങളുടെ ഗൂഗിൾ ക്രോം ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. അതിൻ്റെ മുകളിലായിട്ട് ഇവിടെ 3 ഡോട്ടുണ്ട്, അവിടെ ഒന്ന് ടച്ച് ചെയ്യുക. അപ്പോൾ താഴെയായിട്ട് ഇവിടെ സെറ്റിങ്സ് കാണാൻ കഴിയും. അത് നിങ്ങളൊന്ന് ജസ്റ്റ് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ കുറേ ഓപ്ഷൻസ് വരും. അതിൽ സൈറ്റ് സെറ്റിങ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. സൈറ്റ് സെറ്റിങ്സ് ശ്രദ്ധിക്കുക, ഇതാണ് ആ സെറ്റിങ്സ്. അതൊന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും താഴെ വളരെ പ്രധാനപ്പെട്ട ഒരു ഓപ്ഷൻ ഉണ്ട്. താഴേക്കൊന്ന് മൂവ് ചെയ്യുക. ഏറ്റവും താഴെയാണ് ഇത് കാണുന്നത്. ഇതാണ് ആ ഓപ്ഷൻ. ഉണ്ടോ, ഓട്ടോമാറ്റിക്കലി റിമൂവ് പെർമിഷൻ എന്നാണ് കാണാൻ കഴിയുന്നത്. കൂടുതൽ വായിച്ച് നോക്കി കഴിഞ്ഞാൽ ടു പ്രൊട്ടക്റ്റ് യുവർ ഡാറ്റ ലെറ്റ് ക്രോം റിമൂവ് പെർമിഷൻ ഫ്രം സൈറ്റ് ദാറ്റ് യു ഹാവ് നോട്ട് വിസിറ്റ് റീസെൻ്റ്ലി. ഇത് നിങ്ങളുടെ ഫോണിലൊന്ന് ഓൺ ചെയ്ത് കൊടുക്കുക. ഇത് പുതിയ മോഡൽ ഫോണുകളിലാണ് കാണുന്നത്. നിങ്ങളുടെ ഫോണിൽ ഇല്ലെങ്കിൽ ഇനി പറയുന്ന 2 സെറ്റിങ്സുകൾ അതിൻ്റെ അത് ചെയ്ത് വയ്ക്കുക. ഇതൊന്ന് ഉള്ള ആൾക്കാർ ഓൺ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് മുകളിലേക്കൊന്ന് സ്ക്രോൾ ചെയ്യുക. അപ്പോൾ ഇവിടെ ഓൺ ഡിവൈസ് ഡേറ്റ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്, ശ്രദ്ധിക്കുക. ഓൺ ഡിവൈസ് ഡേറ്റ അതൊന്ന് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഒരു ഓപ്ഷൻ ആയിരിക്കും വരുന്നത്. നിങ്ങൾ ഇത് ഓൺ ഡിവൈസ് ഡേറ്റ എന്ന് പറയുന്ന ഓപ്ഷൻ ഓൺ ആണെങ്കിൽ അതൊന്ന് ഓഫ് ചെയ്ത് കൊടുക്കുക. ഈ ഓപ്ഷൻ ഓൺ ആണെങ്കിൽ നിങ്ങൾ ഏതൊക്കെ സൈറ്റിൽ കയറിയാലും അവിടെ നിന്നുള്ള ടെമ്പററി ഫയൽസ്, നമുക്ക് ആവശ്യമില്ലാത്ത ടെമ്പററി ഫയൽസ് നമ്മുടെ ഫോണിലേക്ക് സേവ് ആവും. അത് നമ്മുടെ ഫോണിൻ്റെ ഇൻറ്റേർണൽ മെമ്മറി കിടന്നിട്ട് ഫോൺ ഫുള്ളാക്കും, അതേപോലെ തന്നെ ഫോൺ ഹാങ് ആക്കും. അപ്പോൾ നിങ്ങൾ ഈ ഒരു ഓപ്ഷൻ ഓൺ ആണെങ്കിൽ ഇവിടെ നിന്ന് ഇതേപോലെ ഓഫ് ചെയ്ത് കൊടുക്കുക. കണ്ടോ, ഇവിടെ ഓൺ ആണെങ്കിൽ അതൊന്ന് ജസ്റ്റ് ഇതേപോലെ ഓഫ് ചെയ്യുക. ഓഫ് ചെയ്യുമ്പോൾ ഇതേപോലെ താഴെ ടേൺ ഓഫ് എന്ന് പറയുന്ന ഓപ്ഷൻ വരും. അത് ടേൺ ഓഫ് ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ നിങ്ങളുടെ ഫോണിൽ ഈ ടെമ്പററി ഫയൽസ് എല്ലാം നിറഞ്ഞു കിടക്കുന്നതായിരിക്കും. ഈ ഓപ്ഷൻ ഓഫ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഏതെങ്കിലും സൈറ്റിൽ കയറിയിട്ട് പുറത്തിറങ്ങുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഈ ടെമ്പററി ഫയൽസ് എല്ലാം ഡിലീറ്റ് ആകുന്നതായിരിക്കും. അതിനുശേഷം ജസ്റ്റ് ഒന്ന് ബാക്ക് അടിക്കുക. ഏറ്റവും താഴേക്ക് ഒന്നുകൂടെ സ്ക്രോൾ ചെയ്യുക. അപ്പോൾ ഡേറ്റ സ്റ്റോർഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഇവിടെ കാണാൻ കഴിയും. നമ്മൾ നേരത്തെ റിമൂവ് പെർമിഷൻ കൊടുത്തതിൻ്റെ തൊട്ട് മുകളിൽ ഡേറ്റ സേവ്ഡ് എന്നൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ കഴിയും. അതൊന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇതുവരെ സൈറ്റിൽ കയറിയപ്പോൾ സേവ് ചെയ്തിട്ടുള്ള ടെമ്പററി ഫയൽസിൽ ഇവിടെ നിന്ന് കാണാൻ കഴിയും. താഴെ ക്ലിയർ ഡേറ്റ എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്, കണ്ടോ, ഇവിടെ താഴെയായിട്ട് കാണാൻ കഴിയും. നിങ്ങൾ അതൊന്ന് എടുത്തിട്ട് ഫുള്ള് ഡിലീറ്റ് ചെയ്ത് കളയുക. കണ്ടോ, ഡേറ്റ സ്റ്റോർഡ് എന്ന് പറയുന്ന ഓപ്ഷൻ, താഴെ ക്ലിയർ ഡേറ്റ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അതൊന്ന് ഓൺ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വരും. നിങ്ങൾ ഡിലീറ്റ് ചെയ്യുന്ന സമയത്ത് ഏതെങ്കിലും ഒരു ഡേറ്റ ഇതേപോലെ ഡിലീറ്റ് ആകാതെ കടന്നു കഴിഞ്ഞാൽ അത് വീണ്ടും ഒന്നുകൂടെ എടുത്ത് ഇതേപോലെ ഡിലീറ്റ് ചെയ്ത് കളയാം. അങ്ങനെ നമുക്ക് ആവശ്യമില്ലാത്ത ടെമ്പററി ഫയൽസ് എല്ലാം നമ്മുടെ ഫോൺ മെമ്മറിയിൽ നിന്ന് ഡിലീറ്റ് ആക്കി കളഞ്ഞാൽ നമ്മുടെ ഫോൺ മെമ്മറി കൂടുതൽ ഫ്രീ ആകുന്നതായിരിക്കും. ഫോൺ ഫാസ്റ്റ് ആകും, ഫോൺ ഹീറ്റാവില്ല. ഏതൊരു ആപ്ലിക്കേഷൻ വേണമെങ്കിൽ നമുക്കിനി ഇൻസ്റ്റാൾ ചെയ്യാം. ഫോൺ മെമ്മറി ഫുൾ എന്നുള്ള മെസ്സേജ് പിന്നീട് ഒരിക്കലും വരികയില്ല. ഈ പറഞ്ഞ കാര്യങ്ങൾ കറക്റ്റായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് ഒരു ടെമ്പററി ഫയൽസ് നിങ്ങളുടെ ഫോണിൽ സേവ് ആകുകയില്ല. അപ്പോൾ അത് കറക്റ്റായിട്ട് ചെയ്യുക. വീഡിയോ എത്രയും പെട്ടെന്ന് സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. എൻ്റെ ചാനൽ ആദ്യമായി കാണുമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ ഫേസ്ബുക്കിലാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.